കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അമ്പലത്തിലെ പിരിവുമായിട്ട് സംബന്ധിച്ച് ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. അതായത് അവരൊരു സ്ഥാപന ഉടമയോട് ചോദിച്ച എമൗണ്ട് എന്ന് പറഞ്ഞാൽ 20,000 രൂപയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ അത്രയും സാമ്പത്തികമില്ല, വളരെ മോശമാണ്, 5,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നാൽ ഞങ്ങൾക്ക് 10,000 രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞ് അവർ ഉറച്ചു നിന്നു. ആ ഒരു വാക്ക് തർക്കം ആ സ്ഥാപനം അടിച്ചു പൊട്ടിക്കുന്ന രീതിയിലൊക്കെ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും നേർച്ച കാണിക്കൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഉള്ള ആൾക്കാർ ഒരുപാട് കൊടുക്കാറുണ്ട്, ഇല്ലാത്ത ആൾക്കാർ അവർ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് പുറമെയാണ് ഈ പിരിവ് ഫണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത്. അത് മാത്രമല്ല, ഇവരുടെ വിചാരം ഈ സ്ഥാപനങ്ങൾ, കടകളൊക്കെ നടത്തുന്ന, ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടാവുക എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബിസിനസ് ആയാലും അതുപോലെ തന്നെ കടകളായാലും സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെയും അതിൽ വലിയൊരു എമൗണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അത് മാത്രമല്ല, എല്ലാ മാസവും ബാങ്കിൽ ലോൺ അടയ്ക്കണം, ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ഭീമമായിട്ടുള്ള ഒരു റെൻ്റ് ഉണ്ട്, പിന്നെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ സ്ഥാപനം ഓടുക എന്നുള്ളത്. അതിന് പുറമെ നിങ്ങൾ വന്ന് ചോദിക്കുന്ന ഭീമമായിട്ടുള്ള എമൗണ്ട് തരാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ആ സ്ഥാപനം ഒരു മാസം ഓടിച്ചെടുക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ഈ ചില പാർട്ടിക്കാർ വന്ന് ചോദിക്കുമ്പോൾ അതിൽ ഭീഷണിയുടെ സ്വരവും ഉണ്ടാവാറുണ്ട്. അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരുടെ വാക്കിൻ്റെ ഒരു ടോണങ്ങ് മാറും, അവരുടെ സ്വരത്തിൻ്റെ ഒരു സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ എത്ര രൂപ കൊടുക്കുന്നു അത് ഞങ്ങളുടെ ഉള്ളതിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊരിക്കലും ഭീഷണിയുടെ സ്വരം അങ്ങനെ ആവശ്യപ്പെടേണ്ടതില്ല. കാരണം ഒരു റൂൾസിലും നിങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് തരണമെന്ന് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലൊരിക്കലും ഒരാളെ ഭീഷണിപ്പെടുത്തി വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം.